ഇനി അടുത്തൊരു ഹെഡിങ്ങിലേക്ക് വരുന്നു. കമ്പാരിസൺ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രിക് ഫോഴ്സ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു അതിൻ്റെ സിമിലാരിറ്റീസ് ആണ്. സിമിലാരിറ്റീസ് നമുക്കറിയാം, ബോത്ത് ആർ ലോങ് റേഞ്ച്. ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും ലാർജ് ഡിസ്റ്റൻസിൽ വരെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ബോത്ത് ആർ ലോങ് റേഞ്ച്. രണ്ട് മാസസ് ലാർജ് ഡിസ്റ്റൻസിലായിരുന്നാലും അല്ലെങ്കിൽ രണ്ട് ചാർജസ് ലാർജ് ഡിസ്റ്റൻസിലായിരുന്നാലും അവിടെ നമ്മൾ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ബോത്ത് ആർ ലോങ് റേഞ്ച്. നൗ ബോത്ത് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ കേസിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, എഫ് ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ്, എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ജി m1 m2 by r square. So F proportional to 1 by r square. Now in the case of Coulomb's law, force between two charges, that is F is equal to 1 by 4 pi epsilon 0 q1 q2 by r square. അവിടെയും എന്തുണ്ട്? ഈ F proportional to 1 by r square. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Both obey inverse square law. ഇനി മറ്റൊന്ന്, ബോത്ത് ക്യാൻ ആക്ട് ത്രൂ വാക്വം. ഇപ്പോൾ ടു ഒബ്ജക്ട്സ് ഫ്രീ സ്പേസിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് മാസസ് ഫ്രീ സ്പേസിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സപ്പോസ് സൺ, എർത്ത്. ഈ മാസസ് നമ്മൾ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് ചാർജസിനെ നമ്മൾ ഫ്രീ സ്പേസിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ആ ചാർജസ് തമ്മിൽ എന്ത് ആക്ട് ചെയ്യും? ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ബോത്ത് ക്യാൻ ആക്ട് ത്രൂ വാക്വം. ഇനി ഒരു പോയിന്റ്, ഒരു സിമിലാരിറ്റിയോട് നമുക്ക് പറയാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. സിമിലർലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഓൾസോ എ സെൻട്രൽ ഫോഴ്സ്. വൈ? ബിക്കോസ് എന്താണ് ഈ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുക? രണ്ട് ബോഡീസ് തമ്മിൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് ആ ബോഡീസിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിലൂടെയാണെങ്കിൽ ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് സെൻട്രൽ ഫോഴ്സ്. ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണ്. അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് തന്നെയാണ്? സെൻട്രൽ ഫോഴ്സ് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻസസ് മനസ്സിലാക്കുകയാണ്. നമ്പർ 1, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. രണ്ട് ബോഡീസ് തമ്മിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും എന്ത് തന്നെയാണ്? അട്രാക്റ്റീവ് ആണ്. വൈൽ ഇലക്ട്രിക് ഫോഴ്സ് ക്യാൻ ബി എയ്തർ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എങ്ങനെയാണ്? അട്രാക്റ്റീവ് ആണ്. ഇനി പോസിറ്റീവും തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എങ്ങനെയാണ്? റിപ്പൾസീവ് ആണ്. നെഗറ്റീവും തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എങ്ങനെയാണ്? റിപ്പൾസീവ് ആണ്. നെക്സ്റ്റ് ഡിഫറൻസ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മീഡിയം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ രണ്ട് മാസസ് വാട്ടറിൽ പ്ലേസ് ചെയ്താലും ഫ്രീ സ്പേസിൽ പ്ലേസ് ചെയ്താലും സെയിം ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്താലും അത് തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം തന്നെയാണ്. എന്നാൽ ഇലക്ട്രിക് ഫോഴ്സ് അങ്ങനെയല്ല. ഇലക്ട്രിക് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. നമുക്കറിയാം ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? 1 by 4 pi epsilon 0 epsilon r q1 q2 by r square. ഇപ്പോൾ എപ്സിലോൺ ആർ മീഡിയം ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ മീഡിയത്തിൻ്റെ കേസിലും എപ്സിലോൺ ആറിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആണ്. എന്നാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ കേസിൽ അങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ഇല്ല. ജി എന്നുള്ള കോൺസ്റ്റൻ്റ് മാത്രമേ ഉള്ളൂ. അത് ഏത് കേസ് എടുത്താലും ജി എങ്ങനെയാണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫോഴ്സ് മീഡിയം മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു. എന്നാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അടുത്തതായിട്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ഡ്യൂ ടു ഇൻട്രാക്ഷൻ ഓഫ് മാസസ്, വൈൽ ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ ഓഫ് ചാർജസ്. എന്താ മനസ്സിലായത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മാസസ് തമ്മിലാണ്, ചാർജസ് തമ്മിലല്ല. മാസസ് തമ്മിലാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. മാറ്ററിൻ്റെ മാസസ് തമ്മിലാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതാ പറഞ്ഞിരിക്കുക, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ ഓഫ് മാസസ്, വൈൽ ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ ഓഫ് ചാർജസ്. മാറ്ററിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് ചാർജസ്. ആ മാറ്ററിലുള്ള ചാർജസിൻ്റെ ഇൻട്രാക്ഷന് ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവുന്നത്. അടുത്തതായിട്ട്, ഗ്രാവിറ്റേഷൻ ഷീൽഡിംഗ് ഈസ് നോട്ട് പോസിബിൾ വൈൽ ഇലക്ട്രിക് ഷീൽഡിംഗ് ഈസ് പോസിബിൾ. ഇത് അടുത്ത ഡിസ്കഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ എ പ്രോട്ടോൺ and an electron is almost
2.4 into 10 raised to 39. This shows that the electric force is very much greater than gravitational force. ഇത് നമ്മൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ്. ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ റേഷ്യോ കിട്ടിയിരിക്കുന്നത് വളരെ ഹൈ വാല്യൂ ആണ്. 2.4 into 10 raised to 39. ഇത് കാണിക്കുന്നത് എന്താണ്? ആ ഡിനോമിനേറ്റർ ഇലക്ട്രിക് ഫോഴ്സ് ന്യൂമറേറ്ററായിട്ട് എടുത്തു, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡിനോമിനേറ്ററായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ റേഷ്യോ എടുക്കുമ്പോൾ ഈ വാല്യൂ കിട്ടി. അതിൻ്റെ മീനിങ് എന്താണ്? ഡിനോമിനേറ്റർ, അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ വാല്യൂ ഇലക്ട്രിക് ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ലോവറാണ് എന്നുള്ളതാണ്. Next heading, that is electrostatic shielding. So what do you mean by electrostatic shielding? It is the phenomenon of vanishing of electric field inside a metallic cavity. Suppose നമുക്കിവിടെ ഒരു മെറ്റാലിക് ക്യാവിറ്റി ഉണ്ട്, ഹാവിങ് എൻ ഷേപ്പ്. നമ്മൾ ഇതിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, മെറ്റാലിക് ക്യാവിറ്റിയുടെ ഇൻസൈഡ് പോയിൻറ്റ്സിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? 0. Inside points of metallic cavity, electric field is 0. So this phenomenon is known as electrostatic shielding. So electrostatic shielding is the phenomenon of vanishing of electric field inside a metallic cavity. ഇനി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിൻ്റെ ചില പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരാൾക്ക് ലൈറ്റിനിങ് ഏൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരാൾ ഒരു ടോളറായിട്ടുള്ള ഒരു ട്രീയുടെ താഴെ നിൽക്കുകയാണ്. അവിടെ ആൾക്ക് ലൈറ്റ്നിങ് ഏൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലൈറ്റ്നിങ് ഉണ്ടാവുക? ഈ ക്ലൗഡ്സ് തമ്മിലുള്ള റിലേറ്റീവ് മോഷന് ബലമായിട്ട് ക്ലൗഡ്സ് ചാർജ് ചെയ്യപ്പെടുന്നു. അവിടെ ചാർജിങ് ബൈ ഫ്രിക്ഷൻ മെത്തേഡിൽ ചാർജ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് ക്ലൗഡ്സ് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യുമ്പോൾ അടുത്തൊരു ഗ്രൂപ്പ് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നു. ഇവിടെ ടോപ്പിൽ ഉള്ള ക്ലൗഡ്സ് സപ്പോസ് പോസിറ്റീവ് ചാർജുള്ള ക്ലൗഡ്സ് ആണ് എന്ന് അസ്യൂം ചെയ്യുക. ആ പോസിറ്റീവ് ചാർജുള്ള ക്ലൗഡ്സിൻ്റെ പ്രസൻസിൽ അവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എർത്തിലേക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് വരച്ച് കാണിക്കാം. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ക്ലൗഡ്സിൻ്റെ ചാർജ് ഒരു പരിധിയിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചാർജസ് ഡിസ്ചാർജ് ചെയ്യും. അത് ലൈറ്റ്നിങ് കറണ്ടായിട്ട് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിലൂടെയാണ് ട്രാവൽ ചെയ്ത് എർത്തിലേക്ക് വന്ന് ഗ്രൗണ്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ലൈറ്റ്നിങ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഇലക്ട്രിക് ഫീൽഡിലൂടെയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ലൈറ്റ്നിങ് കറണ്ട് പാസ് ചെയ്യുന്നത് എവിടെ കൂടെയാണ്? ഇലക്ട്രിക് ഫീൽഡിലൂടെയാണ്. അപ്പോൾ ലൈറ്റ്നിങ് ഉള്ള സമയങ്ങളിൽ നമുക്ക് ലൈറ്റ്നിങ് ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഹൈറ്റ് കൂടിയ ട്രീയുടെ താഴെയോ ഓപ്പൺ സ്പേസിലോ പോകരുത്. പകരം എന്ത് ചെയ്യണം? നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ, കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഒരു ക്ലോസ്ഡ് സ്ട്രക്ചർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ ഇരിക്കുക. ഇവിടെ ഒരു കാർ ഓപ്പൺ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ലൈറ്റ്നിങ് ഉള്ള ടൈമാണ്. ക്ലൗഡ്സ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലൗഡ് ചാർജ് ചെയ്തിട്ടുള്ളത് പോസിറ്റീവായിട്ടാണ്. സപ്പോസ് ക്ലൗഡ്സ് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, കാറിൻ്റെ ഇൻസൈഡ് പോയിൻറ്റ്സ് എന്താണ്? മെറ്റാലിക് ക്യാവിറ്റിയാണ്. അപ്പോൾ മെറ്റാലിക് ക്യാവിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമോ? ഉണ്ടാകില്ല. എന്താ കാരണം? ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡ്. അപ്പോൾ കാറിൻ്റെ ഇൻസൈഡ് പോയിൻറ്റ്സിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇപ്പോൾ ലൈറ്റ്നിങ് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ലൈറ്റ്നിങ് കറണ്ട് കാറിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യുമോ? ചെയ്യില്ല. എന്താ ചെയ്യാത്തതിന് കാരണം? കാറിൻ്റെ ഇൻസൈഡ് പോയിൻറ്റ്സിൽ ഇലക്ട്രിക് ഫീൽഡ് 0യാണ്. അപ്പോൾ അവിടേക്ക് ലൈറ്റ്നിങ് കറണ്ട് എൻട്രി ചെയ്യില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സേഫർ ടു ബി ഇൻസൈഡ് എ കാർ ഡ്യൂറിങ് thunderstorm. What's the reason? It is due to electrostatic shielding. അപ്പോൾ ലൈറ്റനിങ് ഉള്ള സമയത്ത് കാറിൻ്റെ ഇൻസൈഡ് പോയിൻറ്റ്സ്, നമ്മൾ കാറിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ലൈറ്റനിങ് ഏൽക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. സോ ദാറ്റ് ഇസ് എ മെറ്റാലിക് ക്യാവിറ്റി.
So what do you mean by electrostatic shielding? It's a vanishing of electric field inside a metallic cavity. Metallic cavity electric field സീറോ ആയിരിക്കും. ഇവിടെ ലൈറ്റനിങ് കറണ്ട് നമ്മുടെ കാറിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നില്ല. ഷീൽഡിംഗ് ഇഫക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഫാരഡേ കേജ്. അപ്പോൾ എന്താണ് ഒരു ഫാരഡേ കേജ് എന്ന് നോക്കാം. A Faraday cage is a container made of conducting material such as wire mesh or metal plates that shields what it encloses from external electric fields. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ലാബ് എക്യുപ്മെൻറ്റ്സ്, ഇതിനെയൊക്കെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അതിനെ എവിടെ പ്ലേസ് ചെയ്യുന്നു? ഫാരഡേ കേജിൽ പ്ലേസ് ചെയ്യുന്നു. നമുക്കറിയാം ഫാരഡേ കേജ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്? ഒരു മെറ്റാലിക് ക്യാവിറ്റി തന്നെയാണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഫാരഡേ കേജ് തന്നെയാണ്. ഇതൊരു പെഡസ്ട്രിയൽ ഫാനിൻ്റെ ഒരു കവറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമുണ്ട്. അപ്പോൾ ഇത് ഒരു മെറ്റാലിക് ക്യാവിറ്റി എന്ന് പറയാം. ഫാരഡേ കേജ് ആണ്. ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് സീറോയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ അകത്തേക്ക് കടക്കില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ മൊബൈൽ ഫോൺ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ വേറൊരു മൊബൈൽ ഫോൺ വെച്ച് ഇതിനെ വിളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ റേഞ്ച് കുറവ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതേപോലെ നമ്മുടെ ലിഫ്റ്റിൽ നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ വെച്ചുകൊണ്ട് കോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അത് പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ നമുക്ക് റേഞ്ച് ഇല്ലായ്മ അനുഭവപ്പെടും. അപ്പോൾ അതും ഒരു ഫാരഡേ കേജ് തന്നെയാണ്. ഇനി നമ്മുടെ മൈക്രോവേവ് ഓവൻ, നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു മൊബൈൽ വെച്ചിട്ട് വേറൊരു മൊബൈൽ വെച്ച് വിളിച്ചു നോക്കുക, അവിടെ നമുക്ക് റേഞ്ച് ഇല്ലായ്മ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മൈക്രോവേവ് ഓവൻ്റെ ഇൻസൈഡ് പോയിൻറ്റ്സ് എന്ത് തന്നെയാണ്? ഒരു ഫാരഡേ കേജ് തന്നെയാണ്. അതിൻ്റെ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് സീറോയാണ്. പുറമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാം ഫാരഡേസ് കേജിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഫാരഡേസ് കേജസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? ഫാരഡേസ് കേജ് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റനിങ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫാരഡേ കേജിൻ്റെ ഉള്ളിൽ നിൽക്കുന്നയാൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. എന്താ കാരണം? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഫാരഡേ കേജിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് ലൈറ്റ്നിങ് കറണ്ട് ഫാരഡേ കേജിൻ്റെ ഇൻസൈഡ് പോയിൻറ്റ്സിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. അപ്പോൾ ഫാരഡേ കേജ് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന പ്രിൻസിപ്പലിനെ ബേസ് ചെയ്തുകൊണ്ടാണ്.